ഗോമൂത്രം കുടിച്ചാൽ രോഗങ്ങൾ മാറുമെന്ന വിവാദ പരാമർശവുമായി മദ്രാസ് IIT ഡയറക്ടർ വി കാമുകോടി. ബാക്ടീരിയ ഫംഗസിനെ നശിപ്പിക്കാൻ ഗോമൂത്രത്തിന് കഴിയും. ചെന്നൈയിലെ ഗോപൂജ ചടങ്ങിലാണ് വി കാമുകോടിയുടെ പരാമർശം. சன்னியாசி வந்தாரா, அவர் உடனே அவர் நல்ல ஜுரம் அடிச்சுதான். உடனே ஒரு டாக்டரை கூப்பிடலாமான்னாரா. அப்பா அந்த சன்னியாசி பேர் மறந்து போயிடுத்து. அப்பா உடனே சொன்ன உடனே கோமூத்திரம் பிபாமி அப்படின்னாராம். உடனே போய் அங்கே மாட்டில் சிவாஸ்தானத்தில் கோமூத்திரத்தை எடுத்துன்னு வந்தாராம். கடன்னு குடிச்சாராம். 15 நிமிஷத்தில் தொடர்ந்து போயிடுத்தான். அதனால ஆன்டி பாக்டீரியல், ஆன்டி ஃபங்கல், டைஜஸ்டிவ், இந்த ஸ்டொமக் இரிட்டபிள் பவுல் சிண்ட்ரம், இது மாதிரி பல இதுக்கு நமக்கு கோமயம்ங்கிறது நமக்கு பெரிய மெடிசன். இந்த மெடிசினல் வேல்யூ நம்ம എടുത്തുക്കണം. മുഹമ്മദ് റഹീസ്, നമ്മുടെ കാമകോടി PhD ആൻഡ് MS ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ഫ്രം IIT മദ്രാസ് എന്നൊക്കെയാണ് പറയുന്നത്. സ്വാനുഭവത്തിൽ പറയുന്നതാണോ ഈ ഗോമൂത്രം കുടിച്ച അസുഖമൊക്കെ മാറുന്നു? ആഷ്മി, ശാസ്ത്രബോധത്തിനെ ഏറ്റവും അധികം വളർത്തേണ്ട, അതിനെ പ്രചരിപ്പിക്കേണ്ട മദ്രാസ് IITയുടെ ഡയറക്ടറുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. തന്റെ അച്ഛന്റെ അസുഖം ബാധിച്ചപ്പോൾ ഗോമൂത്രം കുടിച്ച് 15 മിനിറ്റിനുള്ളിൽ പനി പമ്പ കടന്നു എന്നാണ് വി കാമകോടി പറയുന്നത്. ഒരു സന്യാസിയുടെ പക്കൽ നിന്നാണ് ഗോമൂത്രം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ശരീരത്തിൽ ബാധിക്കുന്ന എല്ലാ ബാക്ടീരിയകളെയും ഫംഗസുകളെയും നശിപ്പിക്കാനുള്ള കഴിവ് ഗോമൂത്രത്തിനുണ്ട്. ഗോമൂത്രം കുടിക്കുന്നത് ദഹനക്കേടിന് നല്ലതാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഇതിനെ ഈ അവകാശങ്ങളെയൊക്കെ സാധൂകരിക്കുന്ന തെളിവുകൾ ഇദ്ദേഹം പുറത്തു വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ IIT സ്റ്റുഡൻസ് യൂണിയൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും രസകരം, ഇന്ത്യയിലെ AI വിദഗ്ധരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഈ വി കാമകോടി. ഒപ്പം തന്നെ ഇന്ത്യയിലെ ആദ്യ മൈക്രോ പ്രൊസസറായ ശക്തി വികസിപ്പിച്ചെടുക്കുന്നതിൽ നേതൃത്വം നൽകിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ സ്വന്തം അനുഭവം എന്ന തരത്തിൽ കൂടി അത് പറഞ്ഞു വെക്കുമ്പോൾ എന്തുമാത്രം ശാസ്ത്രബോധത്തിനെതിരായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ എന്തായാലും വിവിധ ശാസ്ത്രീയമായ കണ്ടെത്തലൊന്നുമില്ല. ഗോമൂത്രം കുടിച്ചാൽ ബാക്ടീരിയ ചാവുന്നു, ഫംഗസ് ചാവുന്നു, ശാസ്ത്രീയമായ കണ്ടെത്തലൊന്നുമില്ല.